അതെ, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം അതിൽ വാഴുന്നു, ഭരണം നടത്തുന്നു. सभी चीजों को नियंत्रण करने वाला प्रभु परमेश्वर हमारे स्वर्गीय सिंहासन पर विराजमान है। इसके लिए हम परमेश्वर के नाम की महिमा करते हैं। അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം കഴിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. उस परमेश्वर पे अपना जीवन का भरोसा रखकर हम अपने जीवन को आगे बढ़ाते हैं। സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ നമ്മുടെ പ്രശ്നങ്ങളോട് ചേർത്ത് നമുക്ക് വായിക്കാം, ഓൾസോ ഗാഡ് റെയിൻസ്. हम जैसे पिछले हफ्ते पढ़ा था, हमारे जीवन में समस्याएं हैं, उसके बावजूद उसके साथ ही परमेश्वर राज्य करता है करके ये बात को न भूलिएगा. സ്തോത്രം. ഡ്രൈവർ സീറ്റിൽ ഇപ്പോഴും ദൈവമാണുള്ളത്. और ड्राइवर सीट पे जो है अब भी हमारा परमेश्वर बैठा है, ये बात को नहीं भूलिएगा. സകലവും നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്. सबका नियंत्रण करने वाला हमारा परमेश्वर है, इस बात को न भूलिए. അവൻ കേവലം നമ്മുടെ ദൈവം മാത്രമല്ല, वो सिर्फ हमारा परमेश्वर ही नहीं है, പിന്നെ फिर क्या है, നമ്മുടെ പിതാവും കൂടെയാണ്. वो हमारा पिता भी है. സ്തോത്രം. നമ്മുടെ ദൈവം ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പിതാവും കൂടെയാണ്. वो हमारा परमेश्वर है, उसके साथ ही वो हमारा पिता भी है. സ്തോത്രം. അതുകൊണ്ട് ആ പിതാവായ ദൈവത്തിന് നമ്മോട് മനസ്സലിവുണ്ട്. इसी क्योंकि वो पिता है, उसको हमारे ऊपर दया होता है, करुणा होता है. സ്തോത്രം. ദൈവത്തിന് നമ്മോട് മനസ്സലിവുണ്ട്. परमेश्वर को हमारे पर लगाव है. 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. और जिस प्रकार एक पिता को अपने संतानों के ऊपर करुणा होती है, उस प्रकार का परमेश्वर को हमारे ऊपर करुणा होता है. ആ കരുണ ഇതുവരെയും വറ്റിപ്പോയിട്ടില്ല. वो करुणा अभी तक सूखा नहीं है. സ്തോത്രം. അത് രാവിലെ തോറും പുതിയതാണ്. हर दिन वो नया होते रहता है. അതുകൊണ്ട് ഇന്നലത്തേതല്ല, ഇന്ന് നമുക്ക് പുതിയ കരുണയാണ് കർത്താവ് നൽകുന്നത്. इसीलिए कल का बचा हुआ नहीं, बल्कि आज हमको एक नया करुणा की आवश्यकता है, वो परमेश्वर हमें प्रदान करता है. ഇന്നലെ എന്നോട് കരുണ കാണിച്ചു, ആ കരുണയെല്ലാം എന്റെ മേൽ ചൊരിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തേക്ക് അത് ഇല്ലാതെ പോകുന്നില്ല. क्योंकि परमेश्वर ने कल के दिन में मुझ पर अपार करुणा की, इसके वजह से आज मुझे कम नहीं है. परमेश्वर आज जितना जरूरत है, आज आपके ऊपर करुणा करता है. സ്തോത്രം. യിരെമ്യാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവന്റെ കരുണ രാവിലെ തോറും പുതിയത്. ये यिर्मयाह के साथ मैं कहता हूं कि हर दिन प्रतिदिन जो है उसका करुणा नया होता रहता है. വിലാപഗീതങ്ങൾ 3:21-22 വാക്യങ്ങളിലാണ് നമുക്ക് പ്രശസ്തമായ ആ വാക്യം കാണാൻ കഴിയും. विलाप गीत के किताब में हम ये वचन को पढ़ते हैं, जो अच्छी से सब लोग वाकिफ हैं इससे. 3:21 ഫോളോയിങ്. അവിടെയാണ് നാം കാണുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാകുന്നു. उसका 3:21 में लिखा गया है कि उसका करुणा हमारे ऊपर अपार है कि हम जीवन में नष्ट नहीं होते हैं. അത് രാവിലെ തോറും പുതിയതാകുന്നു. वो हर सुबह में नया होते जाता है. ആ കരുണയാൽ പിന്നെയും ദൈവം നമ്മെ അലങ്കരിക്കുമാറാകട്ടെ. फिर वापस उसकी करुणा से हमें आभूषित करे. സ്തോത്രം. ആ കൃപയിൽ നമുക്ക് വീണ്ടും ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. उसकी करुणा के ऊपर हम फिर वापस भरोसा रखें, अपने जीवन को आगे बढ़ाएं. നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിന്റെ സമാപന സമയങ്ങളിലേക്ക് നാം വരികയാണ്. हम जो सीख रहे हैं उस विषय का जो आखिरी भाग है, उसमें हम प्रवेश करते हैं. Sanctification of the sanctified. जो दोष मुक्त हैं उनका पवित्रीकरण के संबंध में हम सीख रहे थे. കർത്താവ് നമ്മെ ക്രിസ്തുവിൽ വിശുദ്ധീകരിച്ചു. परमेश्वर ने हमें मसीह में पवित्र ठहराया है. അവൻ നമ്മെ നീതീകരിച്ചു. वो हमें धर्मी ठहराया. ഇനിയും കോടതിയുടെ കുറ്റാരോപണത്താൽ നമുക്ക് മരിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. और अभी जो कोई भी कोर्ट हमको गिल्टी प्रोनाउंस नहीं करता है, അതുകൊണ്ട് നമുക്ക് മരിക്കേണ്ടതില്ല. और इसी के फलस्वरूप हमको मृत्यु का दंड नहीं है. മരണം നമ്മിൽ നിന്ന് മാറി. मृत्यु हमसे दूर किया गया है. പക്ഷേ ഒരു മരണ സാധ്യത കൂടെ നമ്മൾ കാണുന്നുണ്ട്. एक और मृत्यु की अवस्था आप में देखा जा सकता है. എന്താണത്? वो कौन सा है? രോഗത്താൽ നാം മരിക്കാം. हम अपने पाप की बीमारी से हम मर सकते हैं.
അതിൽ നിന്ന് മോചിതരാകുവാൻ നമുക്ക് പ്രതിദിനം വിശുദ്ധീകരണം വേണം. और उस बीमारी से छुटकारा पाने के लिए जो है हमको प्रतिदिन पवित्र होना जरूरी है. നീതീകരണം ഒരിക്കലായി മാത്രം. हमें दोष मुक्त एक ही बार किया गया है, പക്ഷേ വിശുദ്ധീകരണം ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. मगर पवित्रीकरण की क्रिया जो है हर दिन प्रतिदिन होते रहता है. മരിക്കുന്നതുവരെ അത് തീരുന്നില്ല, അത് പൂർണ്ണവുമാകുന്നില്ല. हम जिस दिन तक इस दुनिया को छोड़ नहीं देते उस दिन तक होता रहता है निरंतर. നീതീകരണം നമുക്കെല്ലാവർക്കും ഒരേപോലെയാ. दोष मुक्त हमको सभी को समान सा बनाया गया है, പക്ഷേ വിശുദ്ധീകരണത്തിന്റെ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. मगर पवित्रीकरण के विषय में सबका स्तर अलग अलग हो सकता है. അതുകൊണ്ട് നമുക്ക് അധികം വിശുദ്ധരായി തീരണം. इसीलिए हम सबको अधिक से अधिक पवित्र होना जरूरी है. മറ്റൊരാളിന്റെ വിശുദ്ധി അല്ല നമ്മുടെ വിശുദ്ധിയുടെ നിലവാരം. दूसरों की पवित्रता का स्तर हमारा स्तर नहीं बनना चाहिए. മറ്റൊരാളിന്റെ വിശുദ്ധിയുടെ അളവ് വെച്ച് നമുക്ക് മതി എന്നൊരിക്കലും വയ്ക്കരുത്. दूसरे व्यक्ति की पवित्रता का स्तर देखकर ये नहीं कहना है कि मुझे वहां तक पवित्र बनना है उस व्यक्ति के समान. പകരം നമുക്ക് വിശുദ്ധീകരണത്തിന്റെ സ്റ്റാൻഡേർഡ് അഥവാ നിലവാരം ദൈവമാണ്. मगर हमारा पवित्रीकरण का स्तर जो है परमेश्वर का स्तर है. സ്തോത്രം. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു അപ്പോസ്തലന്റെയോ വിശുദ്ധീകരണമല്ല നാം പ്രാപിക്കേണ്ട വിശുദ്ധീകരണം. कोई भक्त जन या इवन प्रेरितों का भी पवित्रीकरण का स्तर जो है हमारा स्तर नहीं बनना मांगता है, हमारा स्तर परमेश्वर का स्तर पवित्रीकरण का बनना मांगता है. സ്തോത്രം. അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ ഭൗമ ജീവിതത്തിൽ കാണുന്ന വിശേഷതകളാണ് നമുക്ക് വേണ്ടത്. यीशु मसीह जो भौमिक जीवन जिया उस तरह का पवित्रता का जीवन हमारा स्तर बनना चाहिए. ഫോളോയിങ് ഹിസ് ഫുട് സ്റ്റെപ്സ്, യേശുവിന്റെ കാൽപാദങ്ങളെ പിൻഗമിക്കുക. यीशु मसीह के चलने का रास्ता जो है उसका पीछा करना चाहिए. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരുവീൻ. यीशु मसीह अपने चेलों से कहा मेरे पीछे हो लो. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള സ്വഭാവം തന്നെ, സ്വഭാവം അവിടെ ഇല്ല, ഭാവമെന്നേ ഉള്ളൂ, ഞാൻ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി സ്വഭാവം എന്ന് പറയുന്നു, സ്വഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. प्रेरित पौलुस फिलिपी कलीसिया को कहता है कि यीशु मसीह में जो स्वभाव देखा जाता है वो आपका भी हमारा भी स्वभाव बन जाए. 2:5 നാം അത് കാണുന്നത്. 2:5 में पढ़ते हैं हम वो. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നാം അവന്റെ കാൽ ചുവടുകളെ പിൻഗമിക്കേണ്ടതിന് അവൻ നമുക്ക് നല്ല ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. प्रेरित पत्रोस हमको सिखाता है कि यीशु मसीह ने जो मार्ग में चला है वो रास्ता हमको दिखाकर गया है ताकि हम उसके पीछे वो रास्ते में चल जाएं. നാം അവിടെ കാണുന്നത്, അത് നാം വായിക്കുന്നത് 1 Peter 2:21 ആണ്. पहला पत्रोस 2:21 वचन. ഒന്ന് വായിച്ചോളൂ വേണമെങ്കിൽ. Two particular words there. One is example and other one is to follow. यहाँ पर 2 विषय दिया है, एक है उदाहरण, दूसरा है पीछा हो लेने का. The Greek word for example is a ditto. उदाहरण कहा जाए तो दूसरा का एग्जैक्टली सेम रेप्लिका या राइट ओवर എന്നാണ് അതിന്റെ അർത്ഥം. उसका मतलब जो कुछ लिखा है उसी के ऊपर लिखना उसको कहते हैं. മുകളിലൂടെ എഴുതുക. जैसे बचपन में हम सीखते हैं एक लिखा हुआ होता है उसी के ऊपर लिखना. എക്സാക്ട്ലി അതാണ് മാതൃക എന്നതിനവിടെ കൊടുത്തിരിക്കുന്ന മൂലവാക്കിന്റെ അർത്ഥം. इसी को उदाहरण के तौर पर कहा जाता है. ഇപ്പോ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ നമ്മളെ നഴ്സറിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ABCD അവർക്ക് എഴുതാൻ വേണ്ടി ബുക്കുണ്ട്. बच्चों को ABCD सिखाने के लिए बचपन में ऐसा बुक होता है जहां पर ABCD का लाइन दिया होता है, उसके ऊपर लिखना होता है. दिस इज एक्चुअली एग्जाम्पल. और इसी को उदाहरण कहा जाए तो यूनानी भाषा में कहते हैं.
Just join the dots, you will get the exact letter. और हर एक बिंदुओं को जोड़ता हुआ सही लकीर बन जाता है। ഇപ്പൊ നഴ്സറി ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഡബിൾ ലൈനും 4 ലൈനിലും ബുക്കൊക്കെ എഴുതിക്കത്തില്ലേ, അതിൽ അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് നേരത്തെ ഡോട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ പേരാണ് സ്തോത്രം 1 പത്രോസ് 2:21 കാണുന്ന മാതൃക എന്ന പദത്തിന്റെ മൂല അർത്ഥം. 1 पत्रस 2:21 में जो उदाहरण दिया है, उदाहरण लिखा है, उदाहरण का मतलब यही है जैसे हम लोग 2 लाइन्स और 4 लाइन्स में लिखने के लिए बच्चों को सिखाते हैं, उसी का पालन करने से हम करते हैं, वैसे ही हमारा परमेश्वर का जीवन का उदाहरण हमारे लिए होना है। हिंदी में शायद आदर्श दिया होगा ना, आदर्श എക്സാമ്പിൾ. മലയാളത്തിൽ മാതൃക എന്ന് കാണുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെ അവർക്ക് കൊടുത്തെങ്കിൽ എക്സാമ്പിൾ ആണോ? എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ, എക്സാമ്പിൾ അതിന്റെ അർത്ഥമാണ് ഇത്. और हिंदी में उसे आदर्श कहते हैं. എന്ന് പറഞ്ഞാൽ സ്തോത്രം യേശുക്രിസ്തു നമുക്ക് മുമ്പേ സ്തോത്രം നടന്നു പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നടക്കാൻ എളുപ്പമാ. ഈ കർത്താവിന്റെ കാൽച്ചുവടുകളെ സ്തോത്രം ഫുട് പ്രിന്റ്സിനെ നോക്കി അതിന്റെ മുകളിൽ കാല് വെച്ച് അങ്ങ് നടന്നാൽ മതി. अभी परमेश्वर हमारे आगे चल करके गए हैं, उनके पद चिन्ह जो हैं हमारे सामने उपलब्ध हैं, हमें सिर्फ उसके ऊपर ही पैर रखकर चलते हुए जाना है. ഫോളോ, പിൻപറ്റുക എന്നതിന് കൊടുത്തിരിക്കുന്ന മൂലവാക്കിന്റെ അർത്ഥം ടേക്കിംഗ് ദ സെയിം റോഡ് ഓർ വാക്കിംഗ് ഓൺ ദ സെയിം റോഡ് എന്ന. वो फॉलो इंग्लिश वर्ड का मतलब यह दिया गया है, जो आगे रास्ते में गए हैं वही रास्ता हमको भी पकड़ना है. മുൻപിൽ നമുക്ക് മുൻപേ നടന്നയാള് നടന്ന അതേ വഴിയിലൂടെ നടക്കുക. जो व्यक्ति हमसे आगे के निकल गए हैं, वो जो रास्ते में गए हैं वो ही रास्ता हमें तय करना है. നമുക്ക് മുൻപേ ആരാണ് നടന്നത്? हमारे आगे कौन चलकर गया है? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവാ. हमारे आगे हमारा प्रभु यीशु मसीह गया है. യേശു സ്വർഗത്തിലല്ല നടന്നത്, ഈ ഭൂമിയിലാണ്. ഹിയർ ഡൗൺ ഓൺ ദിസ് പ്ലാനറ്റ് എർത്ത്. यीशु मसीह स्वर्ग में चला नहीं है, बल्कि इस धरती पर ही हमारे लिए हमको दिखाया है कि कैसा किस प्रकार चलना है करके. നമ്മൾ പഠിക്കുന്നത് പോലെ സ്തോത്രം യേശു ക്രിസ്തു തിരുവെഴുത്തു പറയുന്നു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. पवित्र कलाम हमें सिखाता है कि परमेश्वर है, उसके यीशु मसीह परमेश्वर है, उसी के साथ में पूर्ण मनुष्य भी है. fully God and fully man is Jesus Christ. पूरा परमेश्वर और पूरा मनुष्य दोनों एक ही में है. സ്തോത്രം. അവൻ പൂർണ്ണ മനുഷ്യനാകയാൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാനുള്ള മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നത്. क्योंकि वो पूरा मनुष्य भी है, उसने हमको जीवन का रास्ता हमें दिखाकर रखा है. സ്തോത്രം. ഇപ്പോൾ ഞാൻ 3 വാക്യങ്ങൾ ഉദ്ധരിച്ചു. मैं यहाँ पर 3 आयतों को आपके सामने बताया. ഒരു റെഫറൻസ് പറഞ്ഞില്ല. ഒന്നാമത്തേത് മാത്യു 4:19 ആണ്. मत्ती 4:19 पहला वर्स. അവിടെയാണ് യേശു പറഞ്ഞത് ഫോളോ മീ ഓർ കം ആഫ്റ്റർ മീ. और वहां पर यीशु मसीह अपने चेलों को कहता है कि मेरे पीछे हो लो चेलों को. രണ്ടാമത്തേത് ഫിലിപ്പിയർ 2:5. दूसरा है फिलिपी 2:5. മൂന്നാമത്തേതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച 1 പത്രോസ് 2:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. और तीसरा है पहला पत्रस 2:21 से लेकर 24 तक. ഈ വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. और इन वचनों को हमने कई बार पहले भी पढ़े हैं. ഒരു വാക്യവും കൂടെ നമുക്ക് വായിക്കാം. एक और वचन पढ़ते हैं वहां पर. 1 John 2:6. पहला जॉन यूहन्ना 2:6. 1 John 2:6. സ്തോത്രം. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. जो कोई ये कहता है कि मैं उसमें बना रहता हूं, उसे चाहिए कि वह स्वयं भी वैसे ही चले जैसे यीशु मसीह चलता था. യോഹന്നാന്റെ ഭാഷയാണ്, യോഹന്നാന്റെ മാസ്റ്റർ പീസ് ആണ് എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. उसका लिखने का एक शैली था, उसमें कहता है कि उसमें बने रहो. Pauline masterpiece is in Christ. और
प्रेरित पौलुस का इस प्रकार का शैली है, वो कहता है कि मसीह में रहो। രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. उसका दोनों का मायने एक ही है। പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ നാം ആയിരിക്കുക. प्रेरित पौलुस कहता है कि मसीह में रहना। We are in Christ. हम मसीह में रहते हैं। യോഹന്നാൻ അതേ വിഷയം തന്നെ പറയുന്നു. യോഹന്നാന്റെ ഭാഷയിൽ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. और യോഹന്നാൻ सिखाता है कि उसमें हम बने रहें। സ്തോത്രം. അത് യോഹന്നാന്റെ ലേഖനങ്ങളിലുമുണ്ട്, സുവിശേഷത്തിലുമുണ്ട്. और वो गॉस्पेल्स में भी और लेटर्स में भी हम देखते हैं യോഹന്നാൻ इसी प्रकार लिखता है। അപ്പോൾ പറയുകയാണ്, യേശുവിൽ ഒരുവൻ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ യേശു നടന്നതുപോലെ നടക്കണം. कोई कहता हो कि यीशु में मैं बसा हूं, तो वो यीशु जिस प्रकार चलते थे उसी प्रकार आप भी चलिए। സ്തോത്രം. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ. आप लोग हमारे संग हैं। We are in Christ. നാം ക്രിസ്തുവിലാണ്. हम सब मसीह में हैं। നീതീകരിക്കപ്പെട്ടവർ ക്രിസ്തുവിലാണ്. और जो दोष मुक्त किए गए हैं वो लोग मसीह में वास करते हैं। ദൈവം വിശുദ്ധീകരിച്ചവർ ക്രിസ്തുവിലാണ്. जो परमेश्वर ने जिसको दोष मुक्त ठहराया है वो उनको यीशु मसीह में रखा है। യേശുവിലാണെങ്കിൽ ഇനിയും നമ്മൾ എങ്ങനെ നടക്കുന്നേ? अगर हम मसीह में हैं तो फिर हम कैसा चलें? യേശു നടന്നതുപോലെ. तो फिर हम यीशु मसीह जिस प्रकार चले हैं वैसे हम चले। സ്തോത്രം. നമ്മള് കാറയിലും ഇപ്പോഴാണെങ്കിൽ ട്രക്കേൽ വരെ ഉണ്ട്. യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന നിയമമുണ്ട്. अक्सर हम कार में भी रूल है और ट्रक में भी कि चलाते वक्त हम सीट बेल्ट डालकर चलाएं। കേരളത്തിൽ ഇപ്പോൾ ST ബസ്സിലും നിയമമാക്കാൻ പോവുകയാണ്. और केरल में तो ST बस में भी रूल बनाने वाला है कि सीट बेल्ट के बिना यात्रा नहीं करना। സീറ്റ് ബെൽറ്റ് ഇടണം. सीट बेल्ट को डालना है। അതിന് കാരണമായിട്ട് പറയുന്നത്, നമ്മൾ കാറിൽ ഇരിക്കുക, हम कार में बैठे हैं समझ लीजिएगा। നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ? क्या हम यात्रा करते हैं? സ്തോത്രം. കാറ് എത്ര വേഗതയിലാണോ സഞ്ചരിക്കുന്നത് അത്രയും വേഗതയിൽ നമ്മളും സഞ്ചരിക്കുക. जिस गति से कार यात्रा करता है उसी गति से हम जो कार के अंदर बैठे हैं हम भी यात्रा करते हैं। കാരണം നാം ആ കാറിലാണ്, അല്ലെങ്കിൽ നാം ആ വാഹനത്തിലാണ്. क्योंकि हम उस वाहन के अंदर ही बैठे हैं। ആ കാർ എവിടെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. वो कार जाकर कहीं पर टक्कर हो गया उसका, ആ കാർ അവിടെ നിൽക്കും. कार वहां पर रुक जाएगा। പക്ഷേ അകത്തിരിക്കുന്ന നമ്മൾ അപ്പോഴും 80 കിലോമീറ്റർ വേഗതയിൽ മുമ്പോട്ട് പോകും. कार टक्कर के बाद वहां रुक जाता है, मगर हम जो अंदर बैठे हैं 80 किलोमीटर स्पीड में हम आगे चले जाते हैं। അങ്ങനെയാണ് നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. और उसके फलस्वरूप हमको घाव लग जाता है, दुर्घटना होती है। പക്ഷെ നമുക്ക് തോന്നാറുണ്ടോ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെന്ന്? मगर क्या हमको कभी लगता है कार के साथ में हम भी यात्रा करते हैं कर? ഇല്ല, നമ്മള് സുഖമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. हमको लगता है कि हम बेचैन होकर बैठे हैं कर। ചിലരാണെങ്കിൽ കാലൊക്കെ പൊക്കി വെച്ച് വളരെ വിശാലമായിട്ടായിരിക്കുന്നു. कई लोग जो है पैर वैर को आराम कर ऊपर रखकर आराम से बैठते हैं। हाँ, കാറല്ലേ ഓടുന്നേ, ഞാൻ ഓടുന്നില്ലല്ലോ. वो लोग सोचते हैं कि कार गति से जा रहा है, मैं तो कहीं जा नहीं रहा हूं, मैं बैठा हूं। കാറ് നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും സഞ്ചരിക്കുന്നു, അപകടം ഉണ്ടാകുന്നു, മരണം സംഭവിക്കാം. और कार कहीं सडनली ब्रेक मार दे या रुक जाए, दुर्घटना हो जाए, तो हम पूर्ण गति से हम आगे निकल पड़ते हैं। നാം ഒരു വാഹനത്തിനുള്ളിലായാൽ പിന്നെ നാം സഞ്ചരിക്കുന്നെങ്കിലും നാം അല്ല സഞ്ചരിക്കുന്നത്, നമ്മെ ഉൾക്കൊള്ളുന്ന വാഹനമാണ്. अगर हम वाहन में यात्रा करते हैं तो हम अकेले में यात्रा नहीं करते, क्योंकि वाहन यात्रा करता है तो हम उसके संग यात्रा करते हैं। ധ്യാൻ ദേന. അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറയുന്നു, നാം യേശുവിൽ വസിക്കുന്നെങ്കിൽ യേശു നടന്നതുപോലെ നാമും നടക്കണം. इसीलिए यूहन्ना कहता है कि आप यीशु में बसते हैं तो परमेश्वर यीशु मसीह जिस प्रकार चले थे वहीं पर वैसा ही आप चलिए। We have to take the same road Jesus took. यीशु मसीह ने जो रास्ता अपनाया उसी रास्ता हमको भी अपनाना है। ഒന്ന് യോഹന്നാൻ ആന്റി അതാണല്ലോ വായിച്ചത്. സ്തോത്രം. യേശു നടന്നതുപോലെ നാം നടക്കുക. यीशु जिस प्रकार चला उसी प्रकार हमारा भी चाल हो.
അതിന് നാം എന്ത് ചെയ്യണം? उसके लिए हमें हमें क्या करना है? യേശുവിനെ നമ്മൾ ശരിക്കും നോക്കണം. तो हमारा कर्तव्य है कि हम यीशु मसीह को अच्छी तरह देखें कि वो कैसे चल रहा है. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മുടെ പങ്കെന്ത് എന്നുള്ളതാണ്. हमने सीख रहे थे कि हमारे पवित्रीकरण के संबंध में हमारा दायित्व क्या है. എഫേസ്യർ 4:17 മുതൽ നമ്മൾ അതേ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചു. इफिसियों 4 का 17 से लेकर हमने कई विषयों को उस विषय में सीखा. അന്യജാതിക്കാരെ പോലെ നാം ആകരുതെന്ന് നമ്മൾ പഠിച്ചു. अन्य जातियों के लोगों के समान हम न बने. പിന്നെ നാം ആരെ പോലെ ആകണം എന്ന് നാം അതിന്റെ 19-ാമത്തെ വാക്യം മുതൽ കാണുന്നുണ്ട്. तो फिर हम किस प्रकार बन जाएं, इस बात को हम 4 के 19 से लेकर देख सकते हैं. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. इफिसियों 4 का 19. थोड़ा सा और ताकत से. ആ, അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അന്യജാതിക്കാർ നടന്നതിനെ സംബന്ധിച്ച് 17-18 വാക്യങ്ങളിൽ കണ്ടു. अन्य जाति लोग किस प्रकार चलते हैं उस विषय में 17 और 18 वचन में पढ़ा हमने. അതിനുശേഷം പറയുന്നു, നാം യേശു നടന്നതുപോലെ ക്രിസ്തുവിന്റെ ശൈലി സ്വന്തമാക്കണമെന്ന്. और उसके बाद 19 से आगे पढ़ते हैं हम, यीशु जिस प्रकार चलते हैं उसी प्रकार हमारा भी शैली हो जाए. അപ്പോൾ അന്യജാതികളെ പോലെ നാം നടക്കരുത്. हम अन्य जातियों के समान जीवन बिताए नहीं. പിന്നെ ആരെ പോലെ? फिर किसके समान? ഉണ്ടായിരുന്നു. നാം പിന്നെ ആരെ പോലെ ജീവിക്കണം? फिर हमें किस प्रकार जीवन बिताना है? മോനെ, ആരെ പോലെ? യേശുവിനെ പോലെ, यीशु मसीह के समान जीवन बिताए. സ്തോത്രം. യേശു എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്ക് ആദ്യം പഠിക്കേണ്ടതുണ്ട്. इसीलिए जरूरी है कि यीशु ने किस प्रकार का जीवन व्यतीत किया वो सीखना जरूरी है. അത് നമുക്ക് എവിടുന്ന് കിട്ടും? യേശു അങ്ങനെ ജീവിച്ചതെന്ന്. हम यीशु कहां से कैसा जीवन बिताया ये कहां से सीखेंगे हम? സ്തോത്രം. അതിനാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കർത്താവ് തന്നേക്കുന്നത്. इसीलिए पवित्र कलाम को हमारे हाथों में परमेश्वर ने दिया है. നാം യേശു എങ്ങനെ നടന്നെന്നറിയാൻ വേണ്ടി വേണം ഈ പുസ്തകം വായിക്കാൻ. यीशु मसीह किस प्रकार इस धरती पर जीवन बिताया उसके लिए हमें पढ़ना होगा इस पवित्र ग्रंथ को. സ്തോത്രം. മുമ്പ് ട്രിനിറ്റി പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ കാണും, അന്നുണ്ടായിരുന്നവർക്ക് we learned about 21 attributes of God. ദൈവത്തിന്റെ 21 സ്വഭാവ വിശേഷതകളെ കുറിച്ച് പഠിച്ചു. यीशु मसीह के 21 स्वभाव, परमेश्वर के 21 स्वभाव के वर्णन के बारे में हमने ट्रिनिटी के क्लास जब हुआ था तभी हमने को सिखाया था. യേശുക്രിസ്തുവിനെ കുറിച്ചും നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും. और यीशु मसीह के संबंध में भी हमको सीखना है वो. സ്തോത്രം. ഏതാണ്ട് 25ഓളം വിശേഷ സ്വഭാവങ്ങൾ യേശുവിൻ്റെത് നമുക്കെടുത്തു പഠിപ്പാനായിട്ടുണ്ട്. कम से कम 25 ऐसे स्वभाव हैं जो यीशु मसीह के थे जो हमको सीखने हैं. എന്നത്തെയും പോലെ ഞാൻ ഇന്നും പറയുന്നു, അത് നമുക്ക് നിങ്ങൾ അവസരം തന്നാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. मैं आप लोगों को वापस एक और बार कहता हूं कि आप लोग मौका दे तो मैं आप लोगों के संग रहकर वो सिखाऊंगा उस बात को. സ്തോത്രം. അതിനെ ബൈബിൾ സ്കൂളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ LMJC എന്ന് വിളിക്കും. उसको बाइबल स्कूल के भाषा में LMJC कहते हैं उसे. लाइफ एंड मिनिस्ट्री ऑफ जीसस क्राइस्ट. लाइफ जीवन और सेवकाई यीशु मसीह की वो हमको भी सीखना है.
ബൈബിൾ സ്കൂളിൽ അത് പഠിപ്പിക്കാറുണ്ട്. बाइबल कॉलेज में तो ये बात को सिखाता है, അത് വേറൊരു ലെവലാ. वो एक अलग स्तर का होता है. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് പ്രായോഗികമായി യേശു നടന്ന വഴികളെ കുറിച്ച്. मगर हमारे जीवन में जो है प्रैक्टिकल बात, जो यीशु मसीह जैसे चला, उस बात को सीखना जरूरी है. കുറഞ്ഞത് 25ഓളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. कम से कम 25 यीशु मसीह के स्वभाव है जो हमको सीखने हैं. ഓരോ മണിക്കൂർ വെച്ച് നമുക്ക് പഠിച്ചാലും 25 മണിക്കൂർ വേണം. अगर एक एक घंटे एक स्वभाव के बारे में सीखा जाए तो 25 घंटे तो देने होंगे उसे. ചിലത് ആ ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നതാ. और कई विषय हैं जो 1 घंटे से ज्यादा लेता है. സ്തോത്രം. അതും അവിടെ ഇരിക്കട്ടെ. वो भी बाजू में रखता हूं मैं कुछ समय के लिए. അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ തിരുവെഴുത്ത് നാം പരിശോധിക്കണം. यीशु मसीह किस प्रकार का जीवन बिताया उसके बारे में सीखना है तो प्रभु पवित्र कलाम से सीखना होगा. യേശുവിന്റെ സ്വഭാവം പഠിക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഇതുവരെ? यीशु मसीह का स्वभाव किस प्रकार का था ये जानने के लिए क्या हमने वचन को कभी खोलकर पढ़ा है? എത്ര പേര് വായിച്ചിട്ടുണ്ട്? റീഡിംഗ് ദ ബൈബിൾ ജസ്റ്റ് ടു നോ വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ജീസസ് പൊസസ്ഡ്. യേശുവിന്റെ സ്വഭാവം അറിയാൻ വേണ്ടി ബൈബിൾ വായിച്ചവര് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വേണ്ടി കൈ ഒന്ന് കാണിച്ചവര്. क्या हमने बाइबल को इसके लिए पढ़ा है कि यीशु मसीह का स्वभाव किस प्रकार का था, यह जानने के लिए ही क्या आपने बाइबल को भी पढ़ा है? तो अपने हाथों को ऊपर करें. സ്തോത്രം. സ്തോത്രം. 1.5 ആളിനെ കാണാം. 1.5 व्यक्तियों को मैं देखता हूं. 1.5 വ്യക്തി. സ്തോത്രം. ഇതിനു വേണ്ടി ബൈബിൾ വായിക്കണം. इसी के लिए हम बाइबल पढ़ने चाहिए. കുറഞ്ഞത് 4 പുസ്തകം വായിച്ചാൽ മതി. कम से कम 4 किताब पढ़े तो मालूम पड़ जाएगा. മാത്യു ടു ജോൺ. मत्ती, मरकोस, लूकोस, यूहन्ना. വേറെ പുസ്തകങ്ങളിലും ഉണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഈ 4 പുസ്തകങ്ങളിലാണ് യേശുവിന്റെ സ്വഭാവം കാണാൻ പറ്റുന്നത്. ये 4 किताबों में जो है मसीह के स्वभाव के बारे में ज्यादा वर्णन है. സ്തോത്രം. ഹോംവർക്ക് തന്നാലോ? आप लोगों को घर के लिए एक होमवर्क दिया जाए तो ഒരാള് മത്തായിയിൽ നിന്ന്, ഒരാള് മർക്കോസിൽ നിന്ന്, ഒരാള് ലൂക്കോസിൽ നിന്ന്, മറ്റൊരാൾ യോഹന്നാനിൽ നിന്ന്. ये हर एक व्यक्ति जो है, एक व्यक्ति मरकस से, मत्ती से, लूका से और यूहन्ना से सीख कर आए. या ഓരോ ഫാമിലിക്ക് തന്നെ അതങ്ങ് തന്നേക്കാം. या फिर हर एक परिवारों को एक किताब देता हूं. ഒരാളിനെ മാത്രം ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവര് ഉഴപ്പരുത്. अगर एक व्यक्ति को जिम्मेदारी ली तो बाकी लोग तो आराम करेंगे. സ്തോത്രം. നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ये बात हमारे जीवन में सीखने के लिए जरूरी है. യേശു എങ്ങനെ നടന്നു? यीशु किस प्रकार का जीवन बिताया? യേശു നമുക്ക് കാണിച്ച മാതൃക എന്ത്? यीशु हमारे लिए रख छोड़ा हुआ उदाहरण क्या है? സ്തോത്രം. അതനുസരിച്ച് നമുക്ക് ജീവിക്കണം. और उसी आदर्श में हमें भी जीवन बिताना है. അതിനുവേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. और उसी के लिए हमें पुकार कर अलग किया है परमेश्वर ने. എങ്കിലേ നമുക്ക് വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരാകുവാൻ സാധിക്കൂ. उसके बाद ही हम जो है पवित्रता में सिद्धता को पाते हैं. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നു. यीशु मसीह मनुष्य रूप धारण कर इस धरती पर आया. പൂർണ്ണ മനുഷ്യനായി അവൻ നമുക്ക് മാതൃകയായിട്ട് ജീവിച്ചു. और पूर्ण मनुष्य के तौर पर हमारे लिए एक मार्गदर्शन या एग्जाम्पल तय किया. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശു ജഡത്തിൽ വന്നതിന്റെ 4 പ്രധാന ഉദ്ദേശങ്ങൾ ഞാൻ ഒരിക്കൽ പറഞ്ഞത്. यीशु मसीह देहधारी बनने का 4 कारण है, वो आप लोगों से मैं एक बार बताया हूं. നമ്മുടെ സഭാ കൂടിവരവിലല്ല പറഞ്ഞത്, ബൈബിൾ ക്ലാസ്സിലാണ്. ये बाइबल क्लास में ही एक बार मैं इसके 4 रीजंस को बताया. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? किसी को याद है? ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. 4 particular purposes of Jesus came to this flesh. यीशु मसीह देह के साथ इस धरती पर आया, उसके 4 खास कारण थे. ഉദ്ദേശ് पहला ഒന്നാമത്തേത് to manifest God in its actuality. ദൈവത്തെ പൂർണ്ണതയോടെ നമുക്ക് വെളിപ്പെടുത്തി തരിക. पहला है परमेश्वर जानते थे कि पूर्णतः एक परमेश्वर का स्वभाव मनुष्यों के सामने प्रकट कराने के लिए यीशु मसीह का देहधारी बनाओ. या
ദൈവത്തെ വെളിപ്പെടുത്തുക. परमेश्वर को दूसरों के सामने प्रकट कराने के लिए। ജോൺ 1:18 यूहन्ना 1:18 വായിച്ചു. അപ്പോൾ പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. पहला लक्ष्य ये है कि पिता परमेश्वर को मनुष्यों के सामने प्रकट कराना। രണ്ടാമത്തെ ലക്ഷ്യം दूसरा लक्ष्य क्या है? to manifest what God intended man to be. और दूसरा ये बात को प्रकट करना था कि मनुष्य से क्या प्रतीक्षा थी मनुष्य को परमेश्वर की, उसे आपके सामने प्रकट करने का। Yeah, to manifest what the creator God intended originally about man to be. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അത് വെളിപ്പെടുത്തുക. मनुष्य किस प्रकार का जीवन बिताए, ये बात परमेश्वर मनुष्य को दिखाना चाहता था। इसके लिए मनुष्य बनाकर परमेश्वर ने यीशु मसीह को धरती पर छोड़ा। അതായത് യേശു ഭൂമിയിൽ ജഡത്തിൽ ജീവിച്ചുകൊണ്ട് പറഞ്ഞത്, മക്കളെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദാ എന്നെ പോലെ ജീവിക്കാനാ നിങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചത്. इसका मतलब ये है परमेश्वर ने जब यीशु मसीह को धरती पर छोड़ा, ये बात परमेश्वर यीशु मसीह परमेश्वर के संबंध में कहता है कि यही बात यीशु परमेश्वर आप लोग चाहता है कि इसी प्रकार का जीवन आप भी जिए। മൂന്നാമത്തേത് तीसरी बात, to prove or to manifest what man actually can be. മനുഷ്യന് എന്തായിരിക്കാൻ കഴിയും എന്ന് വെളിപ്പെടുത്തുക. मनुष्य किस प्रकार का अच्छा स्वभाव का एक व्यक्ति बन सकता है, ये बात को दर्शाने के लिए यीशु मसीह को छोड़ा। ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ളവരായി ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് യേശു തെളിയിച്ചു കാണിച്ചു. परमेश्वर के हितानुसार एक व्यक्ति किस प्रकार का जीवन बिता सकता है, यह बताने के लिए यीशु मसीह को धरती पर मनुष्य बनाकर छोड़ा। സ്തോത്രം. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മളിപ്പോ ഇന്ന് വായിച്ച 4 വാക്യങ്ങളിലൂടെ കണ്ടത്. और यही बात को है हमने 4 जो वचन पढ़े हैं उसके आधारित पर करना चाहते हैं। He set an example. हमारे सामने एक उदाहरण छोड़े हैं। He left his footsteps. उसने अपने पैर के चिन्ह छोड़ रखे हैं हमारे लिए। സ്തോത്രം. തെളിയിച്ചു കാണിച്ചു മനുഷ്യൻ എങ്ങനെ ജീവിക്കാം. और उसने जी कर दिखाया कि इस प्रकार जीवन बिताते हैं। സ്തോത്രം. നാലാമത്തേത്, और चौथा उद्देश्य ये था to provide the humanity with everything for them to be like him. യേശുവിനെ പോലെ ആകാൻ എന്തൊക്കെ വേണമോ അതെല്ലാം നമുക്ക് നൽകി തരിക. और यीशु मसीह को समान बन जाने के लिए मनुष्यों के लिए क्या क्या आवश्यकताएं थी, सब कुछ प्रदान करने के लिए यीशु मसीह मनुष्य बनकर धरती पर जन्मा। So Jesus came to this world with these 4 particular purposes. और परमेश्वर यीशु मसीह देहधारी हुआ ये 4 उद्देश्यों के लिए। ഒന്നാമത്തേത് पहला है ദൈവത്തെ വെളിപ്പെടുത്തുക. परमेश्वर को हमारे सामने प्रकट कराना। 2, दूसरा ദൈവം എന്താണോ മനുഷ്യനെ പറ്റി ആഗ്രഹിച്ചത് അത് വെളിപ്പെടുത്തുക. जो मनुष्य के प्रति उसकी इच्छा क्या थी उसे प्रकट कराने के लिए यीशु मसीह धरती पर आया। 3, तीसरी बात, ഒരു മനുഷ്യൻ എങ്ങനെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തരിക. और ये बात बताने के लिए परमेश्वर के हितानुसार कोई व्यक्ति किस प्रकार का जीवन व्यतीत कर सकता है, ये बात को प्रदर्शित करने के लिए यीशु मसीह आया। ഇത്രയും കൊണ്ട് പോരാ. इतना ही किया तो काफी नहीं है, അതുകൊണ്ട് നാലാമതൊരു കാര്യവും കൂടെ ചെയ്തു. इसीलिए चौथा कारण बनता है, That is a provision. वो है उसका माध्यम, उसको उपलब्ध कराना। ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ എന്താ തന്നത്? परमेश्वर यीशु मसीह के द्वारा हमारे लिए क्या उपलब्ध कराया? യേശുവിനെ പോലെ പൂർണ്ണ മനുഷ്യരായി ജീവിക്കുവാൻ എന്തൊക്കെ നമുക്ക് വേണമോ അതെല്ലാം നൽകി തരിക. यीशु मसीह देहधारी बनकर किस प्रकार का जीवन बिताया, उस प्रकार का जीवन बिताने के लिए
किन किन बातों की आवश्यकताएं हैं, उन बातों को प्रदान करने के लिए यीशु मसीह को भेजा। Yeah, to provide us with everything we need for you and me to become like Christ, walk like Christ. हम और आपको यीशु मसीह के समान चलने के लिए, जीने के लिए किन किन बातों की आवश्यकताएं थी, उनको प्रदान करने के लिए यीशु मसीह धरती पर आए। അതിൽ ഒന്നാമത്തെ ഘടകം പിതാവുമായിട്ട് നമ്മെ നിരപ്പിച്ചു और എന്നുള്ളത്. उसमें सबसे पहली बात है कि पिता के साथ का हमारा रिश्ता तो टूट गया था, उसको साथ बनाया उसने। ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്ന് തമ്മിൽ വേർതിരിക്കുന്ന പാപത്തെ നീക്കിക്കളഞ്ഞു. और मनुष्य परमेश्वर से दूर हुआ, उसके बीच में पाप था, उस पाप को मिटाने के लिए परमेश्वर यीशु मसीह धरती पर आए। അതുകൊണ്ടാണ് 1 പത്രോസ് 2:24 നാം വായിക്കുന്നത്, 1 पत्रस 2 का 23-24 में हम पढ़ते हैं ऐसा, ജഡത്തിൽ യേശു നമ്മുടെ പാപത്തെ തന്റെ മേലേറ്റു. यीशु देहधारी बनकर हमारे पापों को अपने ऊपर ले लिया उसने। എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. He himself bore our sins in his body on the cross. Yeah. Praise God. പാപത്തിന് മരിച്ച് നാം നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു സ്വയം എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. हमारे पापों के लिए हम मर जाएं और धार्मिकता के लिए जीवन बिताएं, ऐसा करने के लिए परमेश्वर ने हमारे पापों को उठाकर हमारे लिए मृत्यु को स्वीकारा उसने। സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു നാം ക്രിസ്തുവിനെ പോലെ ആകേണ്ടതിന് നൽകിയ ഒന്നാമത്തെ കാര്യം പിതാവിനോട് നമ്മെ നിരപ്പിച്ചതാണ്. हमारे पिता के साथ में हमारा रिश्ता जो टूट गया था, उस रिश्ता को वापस बनाने के लिए यीशु मसीह इस धरती पर आए। പാപത്തിന് പ്രായശ്ചിത്തം, അറ്റോൺമെന്റ് വരുത്തിയതാണ്. पाप का प्रायश्चित करना था, उसके लिए यीशु मसीह आए। നമുക്ക് പകരം യേശു പാപത്തിന്റെ ശിക്ഷയേറ്റതാണ്. हम जहां पर दंडित होना था, हमारा दंड को स्वीकार करने के लिए यीशु मसीह इस धरती पर आए। സ്തോത്രം. അങ്ങനെ നാം നീതിക്ക് ജീവിക്കുവാനുള്ള വഴിയെല്ലാം യേശു ഒരുക്കി തന്നു. इसीलिए हम धार्मिकता के लिए जीवन बिताए, उसका सभी मार्ग को परमेश्वर यीशु मसीह हमें दिखाया। സ്വർഗത്തിൽ പോയിട്ട് ആത്മാവിനെ അയച്ചു തന്നു. और वापस यीशु मसीह स्वर्ग में जाकर उसकी आत्मा को हमारे अंदर भेज दिया। തിരുവെഴുത്ത് നമുക്ക് തന്നു. परमेश्वर का कलाम हमें दिया। കൂട്ടായ്മയ്ക്ക് വിശുദ്ധന്മാരെ നമുക്ക് തന്നു. और सहभागिता के लिए पवित्र लोगों को आपको साथ मिलाया। നമ്മെ വചനത്തിൽ നടത്തുവാൻ ശുശ്രൂഷക വൃന്ദത്തെ തന്നു. और वचन में आपको चलाने के लिए प्रभु के दासों को आपको दिया। ഇങ്ങനെയെല്ലാം നമുക്ക് കർത്താവ് തന്നത് നാം വിശുദ്ധിയിൽ തികഞ്ഞവരാകുവാൻ ये सब प्रदान किया है ताकि हम पवित्रताएं में आगे बढ़ते रहें। മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं? സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്തവ്യം എന്താ? നമ്മുടെ വിശുദ്ധീകരണത്തിൽ हमारा कर्तव्य क्या है? हम हमारे पवित्रीकरण में നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനെ നോക്കുക. हमें देखना है यीशु मसीह की ओर। യേശു എങ്ങനെ ജീവിച്ചുവെന്ന് പഠിക്കുക. यीशु मसीह किस प्रकार का जीवन बिताया, उसके बारे में सीखना। എന്നിട്ട് യേശു ജീവിച്ചതുപോലെ നാം ജീവിക്കുക. और उसी यीशु मसीह जिस प्रकार जीवन बिताया, उसी प्रकार जीवन बिताने की कोशिश യേശുവിന്റെ करें। മാതൃകയെ പിൻപറ്റുക. यीशु का उदाहरण का उद्देश्य पीछा करते रहें। നാം യേശുവിലായിട്ട് അവൻ നടന്നതുപോലെ നടക്കുക. हम यीशु मसीह में रह करके यीशु जैसे चलते हैं वैसे हम चलें। എങ്കിൽ യേശു ഇന്ന് ഇരിക്കുന്ന ഇടത്ത് നമുക്കും എത്തിച്ചേരാം. तो यीशु मसीह आज जहां पर बैठा है, वहां पर हम भी पहुंचेंगे। അവൻ ഇന്ന് ആയിരിക്കുന്ന മഹത്വത്തിന്റെ അനുഭവത്തെ നമുക്കും പ്രാപിക്കാം. और उसमें जो महिमा पाया है, उस महिमा को हम भी बांटेंगे। ഹല്ലേലൂയ. He is our captain. वही हमारा कैप्टन है। He is called the captain of our salvation. हमारे उद्धार का कैप्टन वही यीशु मसीह है। He is called the captain of our faith.
हमारे विश्वास का कैप्टन भी यीशु मसीह ही है। അതെ, അവൻ നമുക്ക് മുമ്പായി ക്യാപ്റ്റനായിട്ട് നടന്നിട്ടുണ്ട്. वो कप्तान बनकर हमारे सामने चलकर दिखाया है हमें। എവിടേക്കാണ് അവൻ പോയത്? वो कहां पर चला गया? മഹത്വത്തിലേക്ക്, महिमा में चला गया, തേജസ്സിലേക്ക്. वो तेजोमय बन गया। അവന്റെ പുറകെ പോകുന്ന നാമും അവനെ പോലെ തേജസ് ധരിക്കും. हम जो उसके पीछे हो लेते हैं, हम भी एक प्रकार महिमा और तेज को पाएंगे। ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. परमेश्वर का आगमन बहुत ही निकट है। നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. हमारा सिटीजनशिप जो है वो स्वर्ग का है। അവിടെ നിന്നും യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. हमारा वहां से परमेश्वर हमें ले जाने के लिए वापस आने वाले हैं। അന്ന് എന്ത് സംഭവിക്കും? और उस दिन क्या घटना घटेगी? സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:21. फिलिपी 3 का 23 में इस प्रकार लिखा है कि वो सर्वशक्तिमान परमेश्वर इस धरती पर आकर हमारा मृत्यु में पाने वाला शरीर को तेजोमय शरीर बनाकर उसके सामने परमेश्वर के सामने प्रकट कराएगा। അതുകൊണ്ട് നമുക്ക് യേശുവിനെ സൂക്ഷിച്ചു നോക്കാം. तो इसीलिए हम यीशु मसीह की ओर ताक लगाते हैं। വേറെ ആരെയും നാം മാതൃകയാക്കരുത്. हम किसी और धरती के मनुष्यों को उदाहरण न बनाएं। യേശുവിനെ നോക്കി അവനെ പോലെ നമുക്കാകാം. हम यीशु की ओर देख करके उसके समान बन जाएं। നമുക്ക് കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, എന്നെ യേശുവിനെ പോലെ ആക്കണേ. क्या हम अब ऐसा प्रार्थना कर सकते हैं, मुझे परमेश्वर यीशु मसीह जैसा बना दे? ഇന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. हम आज सुबह इस प्रकार प्रार्थना करते हैं। സ്തോത്രം. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ. मुझे और कुछ भी चाहिए नहीं ഈ परमेश्वर। ശരീരത്തിൽ രോഗമുണ്ട്, സൗഖ്യം വേണം. അത് തന്നില്ലേലും എനിക്ക് അങ്ങയെ പോലെ ആകണം. ये शरीर में बीमारियां हैं, तू चंगा पूर्णतः न करे तो भी मुझे यीशु के समान बना दे परमेश्वर। എനിക്ക് മറ്റു പല ആവശ്യങ്ങളുമുണ്ട്. मेरे जीवन के कई जरूरतें हैं, പക്ഷെ അതൊന്നും നടത്തി തന്നില്ലെങ്കിലും എനിക്ക് അങ്ങയെ പോലെ ഒന്നാകാൻ സഹായിക്കണേ. उन जरूरतों को तू पूरा नहीं करेगा तो भी चलेगा, मगर मुझे पवित्र यीशु मसीह के समान बना दे। എല്ലാവരും ഒരുപോലെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. हम एक समान उस प्रार्थना को परमेश्वर से करें। ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പറഞ്ഞേ, पूर्ण सच्चाई के साथ हम उस प्रकार की प्रार्थना को जो करें, കർത്താവേ, എനിക്ക് അങ്ങയെ പോലെ ആകണം. परमेश्वर मुझे यीशु मसीह के समान बना दे। बच्चे लोग भी प्रार्थना करो, वो सब रखो, सब प्रार्थना करो. आप लोगों के लिए भी मैं बोल रहा हूँ. हालेलुया। सब लोग എല്ലാവരും ഒരുപോലെ കർത്താവിനോട് പറഞ്ഞു. सभी लोग एक समान हम प्रार्थना करते हैं। എനിക്ക് വേറെ ഒന്നും വേണ്ട. मुझे और कुछ भी नहीं എനിക്ക് चाहिए। ധനവാന്മാരെ പോലെ ആകണ്ട. मुझे धनवान भी नहीं बनना है। ബലവാന്മാരെ പോലെ ബലമുള്ളവനാകണ്ട. मुझे कोई शक्तिशाली व्यक्ति भी नहीं बनना है। എനിക്ക് ലോകത്തിലെ പ്രശസ്തന്മാരെ പോലെ ആകണ്ട. मैं दुनिया के फेमस लोगों के समान भी बनना नहीं चाहता, പക്ഷെ എനിക്ക് അങ്ങയുടെ പുത്രനായ യേശുവിനെ പോലെ ആകണം. मगर आपके इकलौते पुत्र यीशु मसीह के समान मुझे बनना है परमेश्वर। യേശുവിന്റെ സ്വഭാവം എന്നിലാകണം. यीशु मसीह का स्वभाव मेरा स्वभाव बन जाए। യേശുവിൽ എനിക്ക് വസിക്കണം. यीशु के अंदर मुझे रहना है, बसना है। യേശു നടന്നതുപോലെ എനിക്ക് നടക്കണം. यीशु जैसा चला वैसे मैं चलना चाहता हूँ। യേശുവിന്റെ കാൽച്ചുവടുകളെ എനിക്ക് പിൻഗമിക്കണം. यीशु मसीह के पाद चिन्हों के ऊपर मुझे चलना है परमेश्वर। യേശുവിന്റെ മാതൃകയെ എനിക്ക് പിൻപറ്റണം. यीशु मसीह का आदर्श मेरा आदर्श बन जाए। കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. मुझे और कुछ भी नहीं चाहिए എനിക്ക് വേറെ परमेश्वर। ഒന്നും വേണ്ട. मुझे और कुछ नहीं चाहिए യേശുവെ परमेश्वर। പോലെ എന്നെ ആക്കണേ. यीशु मसीह के समान मुझे बना दे। നമുക്ക് ഒരുമിച്ചൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. हम ദൈവത്തോട്. आंसुओं के साथ हम प्रार्थना करें। ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. हृदय को टूटे अवस्था में हम प्रार्थना करें। യേശുവിനെ പോലെ എന്നെ ആക്കണേ. यीशु मसीह के समान मुझे बना दे। എന്റെ കുടുംബാംഗങ്ങളെ ആക്കണേ. मेरे परिवार वालों को उसी के यीशु मसीह के समान बना दे। എന്റെ കൂട്ടായ്മയിലുള്ള വിശുദ്ധന്മാരെ ആക്കണേ. मेरे सहभागिता में हमारे सारे भाई बहनों को उस प्रकार बना दे। നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम एक समान हम प्रार्थना करें। Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Lord, Hallelujah. hallelujah. Make me, Lord, make me more like you, Lord. Make me more like you, Hallelujah. Lord. Make me more like you. Praise the Lord. Help me to have this, hallelujah. കർത്താവേ, Character, അങ്ങയോടുള്ള Lord, hallelujah. ആ ഒരു ആമേൻ Lord, സാമീപ്യം hallelujah. Help എനിക്ക് me to have തരണമേ. the love like അങ്ങയെ Jesus. പോലെയാകുവാൻ എനിക്ക് കൃപ Help me to be തരണമേ. patient like Jesus. അങ്ങയുടെ Christ. പുത്രനെ Help me, പോലെ എന്നെ hallelujah, ആക്കണം. sweet, strong like Jesus. മറ്റൊന്നും വേണ്ട Help me to കർത്താവേ. be, hallelujah, surrendering my will Hallelujah. and hallelujah, purpose of my life to your hands, Lord, hallelujah.
Rigajala your jala will to be jala done in my jala life, gada Lord raga Jesus. jagasya. Hallelujah. Kaptale dikta barababa chara jala. Praise you, Lord Jesus. Hallelujah, Make me more hallelujah, like He, make me more like hallelujah. Jesus Christ. ओ प्रभु आपके पुत्र के समान हमें बना डाल। हमें तोड़ना है तो तोड़ दे, Hallelujah. हमें मरोड़ना है तो मरोड़ ले, Hallelujah. लेकिन आपके पुत्र समान हम बन जाए। ग्लोरी, हालेलुया, हालेलुया, हालेलुया। Hallelujah. लूडा राजला रजलगड़ रग जगा खप्तरादरा रजलगड़ रग जगस्या खप्तलेरी बदी पर रजलगड़ रग जसी। ग्लोरी टू गॉड, हालेलुया, हालेलुया, प्रेज गॉड। प्रभु हमें इन वचनों के द्वारा आशीष दे। स्तोत्रम। आइए हम प्रार्थना में जाएंगे। ग्लोरी टू गॉड। भाइयों में से एक जन प्रार्थना में अगुवाई कीजिएगा। Hallelujah, loving Father, we thank you, Lord. Praise you, Lord, for this blessed day that you've given us, Lord, to come together to give glory to your name, Lord. Hallelujah. Thank you for bringing all your children from many parts of the city together, Lord. Thank you, Lord, especially thy servant, Lord God, who came, who was able to come here, Lord. Hallelujah. Thank you, Lord, for speaking to us, Lord. Hallelujah. Thank you, Lord, for rebuking us, Lord. Hallelujah. Thank you, Lord. Hallelujah. As you spoke to us, Lord. Hallelujah. We were lost, Lord. Hallelujah. But Jesus came down to this world. Hallelujah. To show the way, Lord. Hallelujah. That we could walk in His footsteps, Lord. Hallelujah. Not only that, He has enabled us, Lord. Hallelujah. He has given all the provision, Lord. Hallelujah. We could walk with Him, Lord. Hallelujah. Thank you, Lord. Hallelujah. The hope we have in Christ, Lord, that He is going to come and take us with Him, Lord. Hallelujah. Hallelujah. Forgive us, Lord, in our lives, Lord. Many times we turned away from you, Lord. Many times our eyes were not on Jesus, Lord. Hallelujah. But this morning, Lord, let's be able to surrender to you, Lord. Surrender to your plan, Lord. The surrender to your love, Lord. Hallelujah. That you send your Son down to this world, Lord. Hallelujah. Hallelujah. Nothing else for our sake, Lord, that we who are lost could come back to you, Lord. Hallelujah, that we will have eternity with you, Lord. We will have glory with you, Lord. Hallelujah. Nothing more, less than that, Lord. Hallelujah. We pray and commit each of us in your hand, Lord. Hallelujah. Let's be able to, hallelujah, change our lives, Lord. Hallelujah. Change our thoughts and plans, everything, Lord. Hallelujah. That we will be able to be what you want us to be, Lord. Hallelujah. We commit all of us in your hand again, Lord. We pray and that you blessed our children, Lord, with our good results, Lord. Hallelujah. We pray that continue to surrender each of them. Pray those who are sick, Lord, for thy healing hand, Lord. Hallelujah. Pray for especially for Rufus, Lord. Hallelujah. We pray that you touch him and heal him, God. Hallelujah. Pray for those who are waiting results. Bless them, Lord. Hallelujah. We praise you, Lord. We thank you, Lord. Everything in the mighty name of Lord and Savior Jesus Christ. ആമേൻ. യേശുവെ പോലെയാകുവാൻ യേശു യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. अब हमारे परमेश्वर पिता का प्रेम, हमारे प्रभु यीशु मसीह की शांति व अनुग्रह हमारे संग रहकर हमें अपने पुत्र के समान बनाने वाला पवित्र आत्मा की संगति व सहभागिता हम सबों के साथ, प्रार्थना के सारे विषयों, विश्व भर के सारे पवित्र लोगों के साथ अब से लेकर हमारे प्रभु हमें लेने आने की समय तक निरंतर होते ही रहें। आमीन। यीशु मसीह के द्वारा हमें अपने समान बनाने वाला हमारे परमेश्वर की जय जयकार करेंगे। हल्लेलुया, हल्लेलुया, हल्लेलुया। आमीन। महिमामय यीशु जल्दी ही आए। आमीन। प्रेज द लॉर्ड। सबको परमेश्वर सबके साथ रहें। थैंक यू ऑल। ऑनलाइन में भी
Shreya's brother, sister, praise the Lord, praise the Lord. Ai, praise the Lord. Sangeeta sister, Um, Sunil brother, sir. praise the Lord. या मेरी आंटी ने वो शरण का ही क्या जोड़ी आंटी का अच्छा अच्छा केरल से आए दोनों आंटी लोग